സ്റ്റുഡൻസ്, അപ്പോൾ IR-ൻ്റെ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ UN പ്രിൻസിപ്പൽ ആയിട്ടുള്ള UN ബോഡീസും റിലേറ്റഡ് ആയിട്ടുള്ള UN ബോഡീസും രണ്ടും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കണക്ടിവിറ്റി പ്രോജക്ട്സ് നോക്കാം, ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ, IMEEC. ഓക്കെ, ഇപ്പോൾ എന്താണ് ഈ IMEC? നിങ്ങൾക്ക് ബേസിക്കലി മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയുടെ ലൊക്കേഷൻ ജനറലി ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഈ മാപ്പ് സ്ലൈഡിൽ ഇട്ടേക്കുന്നത്. യു ഹാവ് ടു ഹാവ് ആൻ ഐഡിയ. ഓക്കെ, അപ്പം ചില പോയിൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഗൾഫ് ഓഫ് ഒമാൻ ഉണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഉണ്ട്. ഹിയർ യു ഹാവ് ദ പേർഷ്യൻ ഗൾഫ്. ഇവിടെ നിങ്ങൾക്ക് റെഡ് സീ ഉണ്ട്. ഇവിടെ മെഡിറ്ററേനിയൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ബേസിക് ഐഡിയ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് ഈ IMEC? വാട്ട് ഈസ് IMEC? IMEC എന്താണ്? ഇറ്റ് ഇസ് എ മൾട്ടി മോഡൽ കണക്ടിവിറ്റി ഇനീഷ്യേറ്റീവ്. മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് റെയിലുണ്ടാവാം, റോഡുണ്ടാവാം, ഷിപ്പിംഗ് ഉണ്ടാവാം, മാരിടൈം റൂട്ട്സ്, അതുപോലെ തന്നെ ചിലപ്പോൾ ഹൈ സ്പീഡ് കേബിൾസ് കാണാം. ഇപ്പം മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മോഡൽസ് ഓഫ് കണക്ടിവിറ്റി ലോഞ്ച് ത്രൂ എ MOU ഡ്യൂറിങ് G20 സമ്മിറ്റ്സ്. അപ്പോൾ കുറച്ച് ഓർഗനൈസേഷൻ്റെ പേരുകൾ ഞാൻ പറയും. G20യുടെ സമ്മിറ്റിലാണ്, ന്യൂഡൽഹി നടന്ന സമ്മിറ്റിലാണ് IMEC അനൗൺസ്ഡ് ആയത്. ഓക്കെ, ഇതിൻ്റെ സിഗ്നേറ്ററീസ് ആരാണ്? ഇന്ത്യ, USA, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ആൻഡ് യൂറോപ്യൻ യൂണിയൻ. നിങ്ങൾ വ്യക്തമായിട്ട് ഈ രാജ്യങ്ങൾ ഓർത്തിരിക്കുക. ഇന്ത്യ, US, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ആൻഡ് യൂറോപ്യൻ യൂണിയൻ. US-ൻ്റെ സുഹൃത്തുക്കളാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. അപ്പോൾ ആരൊക്കെ കാണില്ല? ചൈനയും റഷ്യയും ഒന്നും ഇതിൻ്റെ പാട്ടല്ല. ഈവൻ ഇറാൻ പാട്ടല്ല, ടർക്കി പാട്ടല്ല, ഈജിപ്റ്റ് പാട്ടല്ല. ഓക്കെ, അപ്പോൾ അവരിൽ പലർക്കും ഇതിനോടൊരു താല്പര്യക്കുറവും കാണാം. ഓക്കെ, അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്നതിനകത്ത് PGIAക്ക് റോളുണ്ട്. ഇറ്റ് ഇസ് ലോഞ്ച്ഡ് ആസ് എ പാർട്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം G20 എന്നുള്ള പേര് നമ്മൾ കേട്ടു, PGIA എന്നുള്ള പേര് കേട്ടു. ഇനി PGIA എന്താണ്? ഇറ്റ് വാസ് ഫോംഡ് ഓൺ 2022, കൊളാബറേറ്റീവ് എഫർട്ട് ലെഡ് ബൈ G7. അപ്പോൾ PGIA ആരുടെ ഇനിഷ്യേറ്റീവാണ്? G7ൻ്റെ ഇനീഷ്യേറ്റീവാണ്. അപ്പം IMEC ലോഞ്ച് ചെയ്തത് G20യുടെ മീറ്റിങ്ങിലാണ്. ഓക്കെ, അത് എന്തിൻ്റെ ഭാഗമായിട്ട് IMEC ലോഞ്ച് ആയത്? PGIAയുടെ ഭാഗം. PGIA ഇറ്റ് ഇസ് എൻ എഫേർട്ട് ഓഫ് G7. അപ്പോൾ G7നും ഇതിനകത്ത് റോളുണ്ട്, G20ക്ക് റോളുണ്ട്. G7ൻ്റെ തന്നെ ഒരു ഭാഗമാണ് PGIA, അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റാണ് PGIA. ഓക്കെ, കൊളാബറേറ്റീവ് എഫേർട്ട് ലെഡ് ബൈ ഗ്രൂപ്പ് ഓഫ് 7 nations ടു ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇൻ ഡെവലപ്പിംഗ് നേഷൻസ്. അപ്പോൾ PGIA ഇനീഷ്യേറ്റീവിൻ്റെ മാൻഡേറ്റ് എന്താണ്? ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. സ്പെസിഫിക് ഫോക്കസ് ഓൺ എൻഹാൻസിങ് കണക്ടിവിറ്റി ഫ്രം ഗൾഫ് റീജിയൻ ടു യൂറോപ്പ്. ഇത് BRI അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, ചൈനയുടെ BRIക്ക് ഒരു കൗണ്ടറായിട്ടാണ് ഇവർ കാണുന്നത്. ഓക്കെ, I2U2നും ഇതിനകത്ത് ലിങ്ക് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇന്ത്യ, USA, ഇസ്രായേൽ, ഇന്ത്യ, USA, ഇസ്രായേൽ ആൻഡ് യുവർ UAE. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ പോലെ IMEC ഒരു മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ് ടു ക്രിയേറ്റ് സീംലെസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രേഡ് കോറിഡോർ സ്പാനിങ് ഫ്രം മിഡിൽ ഈസ്റ്റ് ടു യൂറോപ്പ്. ഓക്കെ, എക്സ്പെക്റ്റിംഗ് ടു ഇൻക്ലൂഡ്, ഞാൻ പറഞ്ഞു, റെയിൽ ആൻഡ് ഷിപ്പ് ലിങ്ക്സ്, ക്രിയേറ്റിംഗ് എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് ഫോർ കാർഗോ പാസഞ്ചേഴ്സ് ആസ് വെൽ ആസ് ഇലക്ട്രിസിറ്റി കേബിൾ. ഓർത്തിരിക്കുക, ഇലക്ട്രിസിറ്റി കേബിൾ വരും, ഹൈഡ്രജൻ പൈപ്പ് ലൈൻ വരും, ഹൈ സ്പീഡ് ഡേറ്റ കേബിൾ വരും. ഓർത്തിരിക്കുക, റെയിലും റോഡും മാത്രമല്ല, അല്ലെങ്കിൽ മാരിടൈം ഷിപ്പിംഗ് മാത്രമല്ല, ഇതിനകത്ത് പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് നോക്കുക. ദിസ് വിൽ ബ്രിഡ്ജ് പോർട്സ് അക്രോസ് 2 continents, വിൽ മേക്ക് ഇറ്റ് ഈസിയർ ടു ട്രേഡ്, എക്സ്പോർട്ട് ക്ലീൻ എനർജി, അത് ഓർത്തിരിക്കുക. എക്സ്പാൻഡ് ആക്സസ് ടു റിലയബിൾ ക്ലീൻ എനർജി, വിൽ മേക്ക് ഇറ്റ് ഈസിയർ ടു ലേ കേബിൾസ് ദാറ്റ് വിൽ കണക്ട് കമ്മ്യൂണിറ്റീസ് ദാറ്റ് സെക്യൂർ സ്റ്റേബിൾ ഇൻ്റർനെറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ഓൾസോ അൺലോക്ക് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാം, ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്. കാരണം ഇത് പ്രിലിംസിൻ്റെ ഡിസ്കഷൻ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ചൈനയുടെ റോൾ എന്താണ്, ടർക്കിയുടെ റോൾ എന്താണ്, റഷ്യയുടെ റോൾ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ വിഷനുണ്ട്. വിഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാൻ ശ്രമിക്കുക. The vision of the corridor, it includes adherence to international norms, rules and laws. ചൈന പലപ്പോഴും അവരുടെ BRIയിൽ ട്രാൻസ്പെറൻ്റ് അല്ല,
അവർ ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസിയാണ് ട്രൈ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത് അതിന് കൗണ്ടർ ചെയ്യുകയാണ്. ദിസ് ഇസ് അദറിങ് ടു ഇൻ്റർനാഷണൽ ലോ, റെസ്പെക്ട് ഫോർ സോവറിനിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ഓൾ കൺട്രീസ്. ചൈനയുടെ BRIയുടെ ഒരു ഭാഗം നമ്മുടെ കശ്മീരിൽ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന കശ്മീരിലാണ്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ കൂടെയാണ് അവരുടെ BRI പോകുന്നത്. അപ്പോൾ നമ്മുടെ സോവറിനിറ്റിക്ക് എതിരാണ്. പക്ഷേ ഇവിടെ എല്ലാ രാജ്യങ്ങളുടെയും മെമ്പർ രാജ്യങ്ങളുടെയും സോവറിനിറ്റിയെ മുൻനിർത്തിക്കൊണ്ടാണ് എന്ത് പോകുന്നത്, IMEC പോകുന്നത്. പ്രൊമോട്ടിംഗ് ഫിനാൻഷ്യൽ വയബിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഡെപ്റ്റ് ബേർഡൻ. ഇത് ചൈനയുടെ ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസിയെ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തം ചൈനയ്ക്കിട്ടുള്ള കൊട്ടാണ്. ആൻഡ് ഫോളോ ഓൾ എൻവയോൺമെൻറ്റൽ പാരാമീറ്റേഴ്സ്. ഇതൊന്ന് ഓർത്തിരിക്കുക. IMECക്ക് ഇത്രയും വിഷൻ ഇങ്ങനെ കിടപ്പുണ്ട്. ഇറ്റ് ഇസ് ട്രൈങ് ടു ഫുൾഫിൽ ദീസ് വൈൽ ഗോയിങ് ഓൺ വിത്ത് ദ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ മനസ്സിൽ വെച്ചിട്ടാണ് IMEC മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പിക്ചർ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഐ എം ഷോയിങ് യു ദ പിക്ചർ. വെയിറ്റ് എ സെക്കൻഡ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുംബൈ കാണുന്നത്. ഇറ്റ് ട്രാവൽസ് ത്രൂ സീ റൂട്ട്. ഇത് UAE എത്തുന്നു. UAE ജബൽ അലി പോർട്ടുണ്ട്, അൽ ഗുഹാവിത്ത് ഫോർട്ടുണ്ട്, ഹറദ് പോർട്ടുണ്ട് സൗദി അറേബ്യയിൽ റിയാദാണ് ഈ ലൊക്കേഷൻ. പിന്നെ ഇവിടുന്ന് ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ എൻഡിലായിട്ട് അൽ ഹദിത്ത പോർട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് സീ റൂട്ടിൽ എഗെയിൻ ഇത് ഇസ്രായേലിൽ ഇറങ്ങുന്നു. ഇസ്രായേൽ ഏത് പോർട്ടിൽ, ഹൈഫ പോർട്ട്. അവിടുന്ന് പിന്നെയും സീ റൂട്ടിലേക്ക് പോയിട്ട് പൈറസ് ഗ്രീസിലെ പോർട്ടിൽ ഇറങ്ങുന്നു. ഗ്രീസിൽ നിന്ന് പിന്നെ ഇത് എങ്ങോട്ട് പോകുന്നു, ഇറ്റ് ഗോസ് ടു യൂറോപ്പ്. ഇതാണ് IMECയുടെ റൂട്ട്. അപ്പോൾ യു ക്യാൻ സി മാരിടൈം റൂട്ട് ആൻഡ് ലാൻഡ് റൂട്ട് ഹാവിങ് ട്രഡീഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓൾസോ റെയിൽവേസ്. ഓക്കെ, അപ്പോൾ ഇതിൽ സീ റൂട്ടാണ്. ഇതെല്ലാം ഡോട്ട് ഇട്ടേക്കുന്ന സീ റൂട്ടും അല്ലാത്തത് ലാൻഡ് റൂട്ടുമാണ്. ഓക്കെ, റെയിൽ റൂട്ടുമാണ്. ഓക്കെ, ക്ലിയർ. ഇതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. യു ക്യാൻ സീ ഹിയർ. ഇവിടെ നമ്മുടെ മുന്ദ്ര പോർട്ട് കാണുന്നു, കാണ്ട്ല പോർട്ട് കാണുന്നു ഇന്ത്യയുടെ. ദെൻ ദിസ് ഇസ് ഓൾ യുവർ അണ്ടർ കൺസ്ട്രക്ഷൻ. ഓക്കെ, സീലിങ്സ്. ഓക്കെ, ദിസ് ഇസ് സീലിങ്ങുകളാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഫുജിയറ കാണാം, ഗെവൈറ്റ് കാണാം, ഹറദ് കാണാം, ദമാം കാണാം, റാസൽ ഖെയർ എന്നത് കാണാം. ഓക്കെ, അഗെയിൻ യു ആർ ഗോയിങ് ബിയോണ്ട് യുവർ സൗദി അറേബ്യ. ഇവിടെ നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ഹൈഫ പോർട്ടും കാണും. ഓക്കെ, അപ്പോൾ ഈ ചിലത് അണ്ടർ കൺസ്ട്രക്ഷനാണ്, ചിലത് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ദിസ് ഇസ് യുവർ സീ ലിങ്ക്. ഇവിടെയും സീ ലിങ്ക് കാണാം നമുക്ക്. ഇതിൻ്റെ എൻറ്റയർ റെയിൽ നെറ്റ്വർക്കാണ്. ദിസ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇനി ഈ IMECയെ തന്നെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ മുറിക്കാം. ഈസ്റ്റേൺ കോറിഡോർ വിച്ച് കണക്ട്സ് ഗൾഫ് വിയ മാരിടൈം റൂട്ട്സ്. ഇന്ത്യയും ഗൾഫുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈസ്റ്റേൺ കോറിഡോർ. നോർത്തേൺ കോറിഡോർ എന്ത് ചെയ്യും, ഗൾഫ് ടു യൂറോപ്പ്, പ്രൈമർലി വയ റെയിൽ ആൻഡ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇതാണ് നമ്മുടെ സദേൺ കോറിഡോർ. ദിസ് ഇസ് യുവർ ഈസ്റ്റേൺ കോറിഡോർ. ഇത് ഈസ്റ്റേൺ കോറിഡോറാണ്. ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് പോവുക. ദിസ് ഇസ് യുവർ ഈസ്റ്റേൺ കോറിഡോർ കണക്റ്റിംഗ് ഇന്ത്യ ടു അറേബ്യൻ ഗൾഫ്. ഇനി അറേബ്യൻ ഗൾഫിൽ നിന്ന് യൂറോപ്പ്, ഇതിനെയാണ് നമ്മൾ നോർത്തേൺ കോറിഡോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് രണ്ടും ഇവിടെ നിങ്ങൾക്ക് സീ ലിങ്ക്സ് കാണാം. ഓക്കെ, പിന്നെ റെയിൽ ലിങ്ക്സും കാണാം. കോറിഡോറിൻ്റെ ട്രാജക്ടറി നിങ്ങൾക്ക് കാണാം. ഓൾറെഡി ഐ ഹാവ് ഷോൺ യു. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻറ്റ് ഓരോ രാജ്യത്തിൻ്റെ ഏതൊക്കെ പോർട്ട് വരും. ഇന്ത്യയിൽ മുന്ദ്ര പോർട്ടുണ്ട്, കാണ്ട്ല പോർട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് മുംബൈ. ഓക്കെ, മിഡിൽ ഈസ്റ്റിൽ നിന്ന് UAE നിന്ന് 3 പോർട്ടുകൾ ഓർക്കണം, ഫുജിയറ, ജബൽ അലി, അബുദാബി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുജിയറ പോർട്ട്, അതാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഇവിടെ ഈ പിക്ചറിനകത്ത് ഇറ്റ് ഇസ് നോട്ട് മെൻഷൻ, ബട്ട് ഇൻ ദിസ് പിക്ചർ ഇറ്റ് ഇസ് ദെയർ. ജബൽ അലി, പിന്നെ അൽ ഹദിത്ത, റിയാദിൻ്റെ ലൊക്കേഷൻ ഇവിടെയാണ്, അൽ ഗുഫൈവത്ത് ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഈ പോർട്ടുകളോട് ഓർത്തിരിക്കുക കേട്ടോ. ജബൽ അലിയും അബുദാബിയും ഫുജറയും എല്ലാം 2 പോർട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, 2 ഫോർട്ട്സ് ആർ ബീൻ ഷോൺ ഹിയർ. ഈ പിക്ചറുകളിലുണ്ട്. ക്ലിയർ. ദേ ഫുജിയറ കിടക്കുന്നു, ഫുജിയറ ഇവിടെ കിടക്കുന്നു. ജബൽ അലി ഇതിനകത്ത് കാണുന്നില്ല, ബട്ട് ജബൽ അലി എവിടെ ഉണ്ട്, ഈ പിക്ചറിനകത്ത് ജബൽ അലി ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്. ക്ലിയർ. അപ്പോൾ 2 പോർട്ടുകളും നിങ്ങൾക്ക് അതിനകത്ത് കാണാം. പിന്നെ സൗദി അറേബ്യയിൽ ദമാമും റാസ് അൽ ഖെയറും. സൗദി അറേബ്യയിൽ ദമാം ആൻഡ് റാസ് അൽ ഖെയർ, അത് ഇവിടെ കാണിച്ചിട്ടില്ല സൗദി അറേബ്യയിലെ പോർട്ടുകൾ. UAE പോർട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫുജിയറ എന്ന് പറഞ്ഞ പോർട്ട് ഉണ്ടെന്ന് ഓർക്ക് ഇരിക്കുക. ഓക്കെ, ഇവിടെ ദേ സൗദി അറേബ്യയുടെ പോർട്ടുകൾ റാസ് അൽ ഖേമ ആൻഡ് ദമാം, 2 പോർട്ട്സ്. ഓക്കെ, അപ്പോൾ സൗദി അറേബ്യയുടെ ഈ 2 പോർട്ടുകളും പിക്ചറിലുണ്ട്.
ഓക്കെ, മിഡിൽ ഈസ്റ്റ് നമ്മുടെ UAE ജബൽ അലി എന്നുള്ള ഫോർട്ട് നമുക്ക് പിക്ചറിനകത്തുള്ളൂ. ബട്ട് യു ട്രൈ ടു ഫൈൻഡ് ഔട്ട് വിത്ത് ഡിഫറെൻറ്റ് പിക്ചർ. ഓക്കെ, ഇപ്പോൾ UAE 2 പോർട്ടുകൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇത് UAE ഫസ്റ്റ് പോർട്ട്, ഇത് UAE സെക്കൻഡ് പോർട്ട്. സൗദി അറേബ്യയുടെ 2 പോർട്ടുകളാണ് ഇത്, റാസ് അൽ ഖൈമയും ദമാം. ഇതിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുജിയറ ഇവിടെ, ഓക്കെ, ദമാം ഇവിടെ, റാസ് അൽ ഖൈമ ഇവിടെ. ഓക്കെ, റാസ് അൽ ഖൈമയല്ല, റാസ് അൽ ഖൈ, നമ്മുടെ സിനിമയിൽ ഉള്ള പേര് തെറ്റിപ്പോരുത്. ഇവിടെ ദമാം, ഇവിടെ ഫുജൈറ. ക്ലിയർ? ഇവിടെ ഏറ്റവും ടിപ്പിൽ നിങ്ങളുടെ ജബൽ അലി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇത് രണ്ടും സൗദി അറേബ്യയുടെ, ഇത് രണ്ടും UAE. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള പോർട്ടുകൾ ഏതാ? യൂറോപ്പിലെ ഗ്രീസ് പാരീസ് പോർട്ട്, ഇറ്റലിയിലെ മെസീന പോർട്ട്, ഫ്രാൻസിലെ മർസൈൽ പോർട്ട്. ഓക്കെ, അപ്പോൾ പിറേസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. പിറേസ് പോർട്ട് ഇത് ഇവിടെ കാണാം. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഇസ്രായേലിൻ്റെ ഹൈഫ ഫോർട്ടും ഉണ്ട് കേട്ടോ, മറക്കല്ലേ. ഇസ്രായേലിൻ്റെ ഹൈഫ പോർട്ട് ഉണ്ട് ഇവിടെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഗ്രീസിലെ പാരീസ് പോർട്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ 2 പോർട്ടുകൾ കണ്ടു, മെസീന ഇൻ ഇറ്റലി, മർസൈൽ ഇൻ ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നിങ്ങൾ ഓർത്തിരിക്കണം പോർട്ടുകൾ ഏതൊക്കെയാണെന്ന്. നമ്മൾ ഏതൊക്കെ പോർട്ട് പഠിച്ചു സ്റ്റുഡൻസ്? ജബൽ അലി, ഫുജൈറ, ഇത് രണ്ടും UAE പോർട്ടുകളാണ്. ഓക്കെ, ദമാമും റാസ് അൽ ഖൈയും സൗദി അറേബ്യയിലെ പോർട്ടുകൾ. പിന്നെ ഹൈഫ ഇസ്രായേലിലെ പോർട്ട്, പാരീസ് പോർട്ട് അത് നമ്മുടെ ഗ്രീസിലെ പോർട്ട്. ഓക്കെ, പിന്നെ മെർസൈൽ ഫ്രാൻസിലെ പോർട്ട്. ഓക്കെ, ഇന്ത്യയിൽ മുന്ദ്രയും കാൺലയും പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പോർട്ടും ഇത്രയാണുള്ളത്. ഓക്കെ, പിന്നെ എക്സ്ട്രാ വരുന്നത് ഇറ്റലിയിലെ മെസ്സീന. ഇത്രയും പോർട്ടുകൾ അറിഞ്ഞാൽ മതി. ഇത് പിന്നെ വേറൊരു ജസ്റ്റ് ഒരു അഡീഷണൽ പിക്ചർ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, കാണിക്കുന്നതാണ്. ഇറാനിലെ ഫേമസ് പോർട്ട്, ഒന്ന് ഇമാം ഖമേനി പോർട്ട്, ഒന്ന് ബന്ദർ അബ്ബാസ് പോർട്ട്, പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ചബഹാർ പോർട്ട്, മുകളിൽ നൗഷേർ പോർട്ട്, അൻസാരി പോർട്ട്, അഹമ്മദാബാദ് പോർട്ട്. ഇതിൽ നിങ്ങൾ ഈ ബന്ദർ അബ്ബാസിൻ്റെ ലൊക്കേഷനും, ഇത് പേർഷ്യൻ ഗൾഫിൻ്റെ അടുത്താണ്, പിന്നെ ചബഹാർ പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസും അറിഞ്ഞു വെക്കണം, അതിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ IMEC കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ കണക്ടിവിറ്റി പ്രോജക്ട്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PGIയെ പറ്റി ചെറുതായിട്ടൊന്ന് നോക്കി. ഇറ്റ് ഈസ് എ കൗണ്ടർ ബൈ G7 ടുവേർഡ്സ് ചൈന ആൻഡ് ഇറ്റ് ഈസ് ട്രൈങ് ടു ബിൽഡ് ബാക്ക് വേൾഡ് ബെറ്റർ. US-ൻ്റെ ഒക്കെ ഒരു മോട്ടോ ആണിത്. ഓക്കെ, അപ്പോൾ PG ഈസ് എ വാല്യൂ ഡ്രിവൺ ഹൈ ഇമ്പാക്ട് ട്രാൻസ്പെറൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പാർട്ണർഷിപ്പ് ടു മീറ്റ് എനോമസ് ഇൻഫ്രാസ്ട്രക്ചർ നീഡ് ഓഫ് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. G7 ആണ് PGIയുടെ പാരൻറ്റ് ബോഡി ആൻഡ് ഇറ്റ് വിൽ ട്രൈ ടു മൊബിലൈസ് $600 billion by 2027. അത് ഓർത്തിരിക്കുക, ഡേറ്റ് ഓർത്തിരിക്കുക. It will try to mobilize $600 billion by 2027 to deliver game-changing and transparent, രണ്ടും ചൈനയ്ക്കിട്ടുള്ള കൊട്ടാണ്, ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ് ടു ഡെവലപ്പിംഗ് ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. ഇതാണ് കീവേഡ്. ഓക്കെ, US പ്രസിഡന്റ് അനൗൺസ് കൺട്രീസ് പ്ലഡ്ജ് ടു ചാനൽ $200 billion in grants, public financing, private capital over the next 5 years. European Commission President declare Europe pledging mobilizing €300 for partnershiping over the same period. Okay, ക്ലിയർ? അപ്പോൾ PGIയുടെ ചില കാര്യങ്ങൾ ഇനി ഞാൻ PGIയുടെ ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള കീവേഡ് വന്നാൽ ഇതും PGIയിൽ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മാത്രമല്ല, നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ പറ്റി പരാമർശമുണ്ട്. ഓക്കെ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ ഓബ്വിയസ്ലി ഉണ്ടാവും. ക്രിട്ടിക്കൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗ്രി റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, അത് ശ്രദ്ധിക്കണം. റെസിലിയൻ ഹെൽത്ത് സിസ്റ്റംസ്, ജെൻഡർ ഇക്വാളിറ്റി, ഇക്വിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ട് കാണില്ല, പക്ഷേ ഇവിടെ ഇതെല്ലാം ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ? അപ്പോൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയും ഈ PGIയുടെ അണ്ടറിലാണ് നമ്മുടെ IMEC വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമുക്ക് ലൊബിറ്റോ കോറിഡോർ ഉണ്ട്. ലൊബിറ്റോ കോറിഡോർ എവിടെയാണ്? ജസ്റ്റ് ഇത് സിമ്പിളായിട്ട് പഠിച്ചു വെച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ചിലപ്പോൾ വരാം. സദേൺ ആൻഡ് സെൻട്രൽ അമേരിക്കയിലാണ് ലൊബിറ്റോ കോറിഡോർ. സദേൺ ആൻഡ് സെൻട്രൽ അമേരിക്കയിലാണ്
Lobito corridor. Okay, it is a major economic artery connecting Lobito in Angola to Katanga province in Democratic Republic of Congo and Copper Belt in Zambia. അപ്പം അങ്കോള, DRC ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്ക, പിന്നെ സാംബിയ. ഇതാണ് ലൊബീറ്റോ കോറിഡോർ. ക്ലിയർ? US, UA ആൻഡ് ഇറ്റലി ആർ ലീഡിങ് ദ സപ്പോർട്ട് ടു ഡെവലപ്മെൻറ്റ് ദ പ്രോജക്റ്റ്. അപ്പോൾ EU ഉണ്ട്, US ഉണ്ട്, അതുപോലെ ഇറ്റലി ഉണ്ട്. ഇതിനകത്തും എന്തൊക്കെയുണ്ട്? ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യമുണ്ട്, ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യമുണ്ട്, എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, സസ്റ്റൈനബിൾ എനർജി. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഈ കീവേഡുകൾ ഓർത്തിരിക്കുക. ഇത് വരുമ്പം ഇത് ട്രാൻസ്പോർട്ട് കോറിഡോർ അല്ലേ ഇതിനകത്ത് വരുമെന്ന് ചിന്തിക്കരുത്. ഇറ്റ് ഇസ് ദെയർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം അങ്കോളയുടെ ലൊബീറ്റോ. ഓക്കെ, അങ്കോള, DRC, ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളാണ്. ബെങ്കുലെ, ഹുംബോ, മുഹാങ്കോ, ലുവാക്കോ, ഡിലോലോ, ജിംബെ, കൊൾവേസി, പിന്നെ അതേ കോപ്പർ ബെൽറ്റ്. ഓക്കെ, സൊലവേസി, ചിങ്കോള, കപ്പീർ. ഇത് സാംബിയ. അപ്പോൾ അങ്കോള, DRC, സാംബിയ ഓർത്തിരിക്കുക. ലൊബീറ്റോ കോറിഡോർ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. സദേൺ ആൻഡ് സെൻട്രൽ ആഫ്രിക്കയിൽ ഈ 3 രാജ്യങ്ങൾ അങ്കോള, DRC ആൻഡ് സാംബിയ. ഇനി ലുസോൺ കോറിഡോർ ഉണ്ട്. ഇത് ഏഷ്യ പസഫിക്കിലാണ്. ഇത് ഫിലിപ്പൈൻസിലാണ് മേജർലി. ഇറ്റ് ഇസ് ബിറ്റ്വീൻ സുബിക് ബേ, ക്ലാർക്ക്, മനീല ആൻഡ് ബട്ടങ്കാസ്. അപ്പോൾ സുബിക് ബേയെ ബട്ടങ്കാസിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഫിലിപ്പൈൻസും US-ഉം ജപ്പാനുമാണ്. ഓക്കെ, മറ്റേടത്ത് US ഉണ്ടായിരുന്നു, ഇവിടെ ആണെങ്കിൽ US ഉണ്ടായിരുന്നു, EU ഉണ്ടായിരുന്നു, ഇറ്റലി ഉണ്ടായിരുന്നു. ഇവിടെ US-ഉം ജപ്പാനുമാണ്. ഓക്കെ, ലുസോൺ കോറിഡോറിൽ will accelerate coordinate investment in high impact infrastructure project including rail, port, modernization, clean energy, semiconductor, ശ്രദ്ധിക്കുക, സപ്ലൈ ചെയിൻസ് ആൻഡ് ഡെപ്ലോയ്മെൻറ്റ്സ് ആൻഡ് അഗ്രി ബിസിനസ്. അപ്പോൾ ഇതിനകത്തൊക്കെ അഗ്രികൾച്ചറൊക്കെ വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഈ കോറിഡോറും നിങ്ങൾക്ക് കാണാം, ഫിലിപ്പൈൻസിലാണ്. ഇവിടെ സുബിക് ബേ വഴി പോകുന്നു. ദിസ് ഇസ് യുവർ സുബിക് ബേ എന്ന് കണക്ട് ചെയ്ത് ക്ലാർക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അവിടുന്ന് മനില, അവിടുന്ന് ബട്ടങ്കാസ് ബേ. അപ്പോൾ ഇന്ന് ചെറിയ 2 കോറിഡോറുകളും നമ്മൾ നോക്കി. PGA കുറച്ചുകൂടെ നോക്കി. ലുസോൺ കോറിഡോർ, ഇറ്റ് ഈസ് ഇൻ ഫിലിപ്പൈൻസ്, ആൻഡ് യുവർ ലൊബിറ്റോ കോറിഡോർ ഇൻ സദേൺ ആൻഡ് സെൻട്രൽ അമേരിക്ക, അവിടെ തന്നെ അങ്കോള, DRC ആൻഡ് സാംബിയ. അപ്പം നമ്മൾ ഓൾറെഡി കുറച്ചധികം കോറിഡോർസ് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ IMEEC പഠിച്ചു. നമ്മൾ ലുസോൺ കോറിഡോർ, ലൊബിറ്റോ കോറിഡോർ പഠിച്ചു. പിന്നെ PGIയെ പറ്റി അതെന്താണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കോറിഡോറും ഒരു ഏജൻസിയും പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഈ സമയത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഇസ്രായേലിൻ്റെ പോർട്ടുകളെല്ലാം ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. ഹൈഫ പോർട്ട്, ഹദേര പോർട്ട്, ടെൽ-അവീവ്, അഷ്ദോദ്, അഷ്കലോൺ ആൻഡ് എല്ലറ്റ്. ഓർത്തിരിക്കുക, ഇത് നോർത്ത് സൗത്ത്. ഏറ്റവും നോർത്തിൽ ഹൈഫയും, മോസ്റ്റ് സൗത്തിൽ നിങ്ങളുടെ ഈ എലിയറ്റ് എന്ന് പറഞ്ഞ പോർട്ടാണ്. ഓക്കെ, പിന്നെ അഷ്കലോൺ ഉണ്ട് നടുക്ക്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കോറിഡോർ ഉണ്ട്, ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ. ദിസ് ഈസ് കോൾഡ് ആസ് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓപ്പറേഷണലൈസേഷൻ ഓഫ് എ ന്യൂ സീ റൂട്ട്. ഇറ്റ് ഈസ് beginning to play an increasing significant role in boosting commodity trade between India. ഇത് വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വ്ളാഡിവോസ്റ്റോക്ക് ഇത് റഷ്യൻ ഈസ്റ്റാണ്. അവിടുന്ന് നമുക്ക് ചെന്നൈയിലേക്കാണ് കണക്ടിവിറ്റി. അപ്പോൾ ഇതിനെ ചിലർ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് റൂട്ടെന്നും പറയും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു റൂട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ 2 റൂട്ടിനെ കണക്ട് ചെയ്യാനാണ് ഈ പറയുന്ന ഈസ്റ്റേൺ മാരിടൈം റോഡ് ശ്രമിക്കുന്നത്. ദിസ് ന്യൂ റൂട്ട് ഇസ് ഫ്രം ചെന്നൈ ടു Vladivostok, translating into saving on 2 countries, shipment time between 2 countries and thereby reducing transportation cost. അപ്പോൾ ഇവിടെ ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ നിന്നത് എങ്ങനെയാണ് സൗത്ത് കൊറിയ വഴി ഇങ്ങനെ ഫിലിപ്പൈൻസ് വഴി മലേഷ്യ വഴി ചെന്നൈയിലെത്തുന്നു. ഇവിടുന്ന് ഓൾറെഡി നമുക്ക് സീ റൂട്ടുണ്ട്. ഓക്കെ, ചില ഗൂഗിൾ പിക്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദ ഈസ്റ്റേൺ മാരിടൈം corridor, also known as Chennai Vladivostok route, passes through the Sea of Japan. ശ്രദ്ധിക്കുക, ഈ Sea of Japan കൂടെ പാസ് ചെയ്യുന്നുണ്ട്. സൗത്ത് ചൈന സീ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. സൗത്ത് ചൈന സീ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, മലക്ക സ്ട്രേറ്റ്, ഇമ്പോർട്ടൻറ്റ് ചോക്ക് പോയിൻറ്റ്, മലക്ക സ്ട്രേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് പാസിങ് ത്രൂ യുവർ മലക്ക സ്ട്രേറ്റ്. ഓക്കെ, ആൻഡമാൻ സീയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡമാൻ സീയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആൻഡമാൻ ആൻഡ് സീ, പിന്നെ ബേ ഓഫ് ബംഗാളിൽ കൂടെ ഓബ്വിയസ്ലി പാസ് ചെയ്യുന്നുണ്ടാവും. ദിസ് ഇസ് യുവർ ബേ ഓഫ് ബംഗാൾ, ഇതിവിടെ. ഓക്കെ, പിന്നെ ഇത്രയും സ്ഥലങ്ങളിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓർക്കുക. മലക്ക സ്ട്രേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വയ്ക്കുക. അപ്പം
ഇത് സീ ഓഫ് ജപ്പാനിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. സൗത്ത് ചൈന സീ കൂടെ പോകുന്നുണ്ട്. മലക്ക സ്ട്രൈറ്റിൽ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, മലക്ക സ്ട്രൈറ്റിൽ കൂടെ പോകുന്നുണ്ട്. അതുപോലെ ആൻഡമാൻ സീ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡമാൻ സീ കൂടെ പോകുന്നുണ്ട്. പിന്നെ ബേ ഓഫ് ബംഗാളിൽ കൂടെ പോകുന്നുണ്ട്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയ കീ പോർട്ട്സുകൾ ഏതൊക്കെയാണ്? ഡലിയാൻ പോർട്ട്, ഷാങ്കായ് പോർട്ട്, ഹോങ്കോങ് പോർട്ട്, ഹോച്ചിമിൻ പോർട്ട്. ഹോച്ചിമിൻ സിറ്റി ഏതാ? വിയറ്റ്നാമിലാണ്. സിംഗപ്പൂർ, കോലാലംപൂർ മലേഷ്യയിൽ, പിന്നെ ബാങ്കോക്ക്, ധാക്ക, കൊളംബോ, ചെന്നൈ. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇത് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക കൂടെ പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയുക. ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ മലേഷ്യയുടെ അവിടെ കൂടെ. ഇതാണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. പക്ഷെ ഇതെവിടെ കൂടെ തൊടുന്നില്ല. ഇതിൻ്റെ അണ്ടറിലുള്ള ഈ സുണ്ട സ്ട്രേറ്റ് ഉണ്ട്, ഇന്തോനേഷ്യ രണ്ടായിട്ട് മുറിച്ച് കളയുന്ന സുണ്ട സ്ട്രേറ്റ് ഉണ്ട്, ഈ വഴി പാസ് ചെയ്യുന്നില്ല. ലൊംബോക് സ്ട്രേറ്റ് ഉണ്ട്, ആ വഴി പാസ് ചെയ്യുന്നില്ല. ഓക്കെ, മലക്ക സ്ട്രേറ്റിൽ കൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഓർക്കണം. ഓക്കെ, സീ ഓഫ് ജപ്പാൻ, സൗത്ത് ചൈന സീ, മലക്ക സ്ട്രേറ്റ്, ആൻഡമാൻ സീ, ബേ ഓഫ് ബംഗാൾ. അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോർട്ടുകൾ ഏതാ? ഡൈലിയൻ, ഷാങ്കായ്, ഹോങ്കോങ്, ഹോച്ചിമിൻ, സിംഗപ്പൂർ, കോലാലംപൂർ, ബാങ്കോക്ക്, ധാക്ക, കൊളംബോ ആൻഡ് ചെന്നൈ. ഇത് വളരെ വൃത്തിയായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ റൂട്ടാണ്. ഈ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പോയി ഇതെവിടെ ചെന്നൈയിലെത്തും. ഓക്കെ, അത് കഴിഞ്ഞ് ഈ റൂട്ടുണ്ടല്ലോ, ഇത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, മുംബൈ ടു സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് റോഡ് ഓൾറെഡി ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ്? ഈ പുതിയ റൂട്ട് ഇങ്ങനെ വരുന്നു, പഴയ റൂട്ട് ഓൾറെഡി ഉണ്ട്, അത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെത്തുന്നു. ഇതാണ് ഈ ഒരു ഐഡിയ. അപ്പോൾ ഇവിടെ വ്ളാഡിവോസ്റ്റോക്ക് ടു ചെന്നൈ, ചെന്നൈയിൽ നിന്ന് പിന്നെ ഇതിങ്ങനെ പോയി ഇറ്റ് വിൽ റീച്ച് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ഇതാണ് നിങ്ങളുടെ ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഉണ്ട്. ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ 7200 കിലോമീറ്ററുള്ള മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ്, ലിങ്കിങ് ഇന്ത്യൻ ഓഷൻ ആൻഡ് പേർഷ്യൻ ഗൾഫ് ടു കാസ്പിയൻ സീ വിയ ഇറാൻ ആൻഡ് ഓൺവേർഡ് നോർത്തേൺ യൂറോപ്പ് വയ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. റൂട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇന്ത്യൻ ഓഷനെ പേർഷ്യൻ ഗൾഫിനെ ലിങ്ക് ചെയ്യാണ് ടു കാസ്പിയൻ സീ. ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ ഇറാൻ ആൻഡ് ഓൺവേർഡ്സ് ഇറ്റ് വിൽ റീച്ച് യൂറോപ്പ് യൂറോപ്പ് വിയ യുവർ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. 2000 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അന്നുണ്ടായിരുന്നത് ഇറാനും റഷ്യ, ഇന്ത്യയാണ്. ടു എൻഹാൻസ് ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി എമോങ് കൺട്രീസ് അലോങ് ഇറ്റ്സ് റൂട്ട്. 13 മെമ്പർമാരുണ്ട്. ഇന്ത്യ, ഇറാൻ, റഷ്യ, അസർബൈജാൻ, അർമേനിയ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ടർക്കി, യുക്രൈൻ, ബെലാറസ്, ഒമാൻ ആൻഡ് സിറിയ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരില്ല? പാകിസ്ഥാൻ ഇല്ല, ചൈന ഇല്ല. ഓക്കെ, അണ്ടർസ്റ്റുഡ് ദിസ്. പിന്നെ ബൾഗേറിയ ഇപ്പോൾ ഒരു ഒബ്സർവർ സ്റ്റാറ്റസ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, മോസ്കോ, അസ്ട്രഖാൻ, ബാക്കു, തെഹ്റാൻ. ഈ തെഹ്റാൻ ഇസ് ഇൻ ഇറാൻ. പിന്നെ ഇവിടെ മുംബൈ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇന്ത്യൻ ഓഷനെ പേർഷ്യൻ ഗൾഫുമായിട്ട് ചേർക്കാനുള്ള ഒരു ശ്രമമാണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ കാണാം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, മോസ്കോ, അസ്ട്രഖാൻ. ഓക്കെ, അസർബൈജാനിലാണ്. ബാക്കു, ഇറാനിലെ ബന്ദർപ്പോ സ്പോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത് മുംബൈ. ഓക്കെ, ഈ ഒരു റൂട്ട് ആൻഡ് ദിസ് ഗോയിങ് ടു ബി കണക്റ്റഡ് ബൈ ഇയർ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയ ചില പോർട്ടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. യലമ, അസ്താര. തെഹ്റാൻ നിങ്ങൾക്കറിയാം ഇറാനിലാണ്. അസ്താര ഉണ്ട്, യലാമയുണ്ട്. ബന്ദർ അബ്ബാസ് എഗെയിൻ അത് ഇറാനിനകത്തുള്ള പോർട്ടാണ്. ഓക്കെ, ടെഹ്റാൻ ഇറാനിനകത്തുള്ള പോർട്ടാണ്. ഓക്കെ, പിന്നെ തുർക്ക്മിസ്ഥാൻ. ഈ സ്ഥലങ്ങളെല്ലാത്തിലൂടെ പാസ്സാവുന്നുണ്ടെന്നുള്ളതും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയ റെയിൽ നെറ്റ്വർക്കാണ്. അസർബൈജാനിലുള്ള അസ്ത്രയും ഇറാനിലുള്ള റഷ്ടും തമ്മിലുള്ള കണക്ടിവിറ്റി. രണ്ട് സ്ഥലങ്ങളും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ കാസ്പിയൻ സീയുടെ ചുറ്റും ആയതുകൊണ്ട് കാസ്പിയൻ സീയെ ചുറ്റുന്ന രാജ്യങ്ങൾ നിങ്ങൾ അറിയണം. റഷ്യ, കസാക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അസർബൈജാൻ. ഇവിടെ അസർബൈജാൻ നിങ്ങൾ കണ്ടു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ദീസ് റീജിയൻസ്. ജോർജിയ ഇല്ല, അർമേനിയ ഇല്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ ബാക്കി രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഉസ്ബെക്കിസ്ഥാനും ഇല്ല, ഉസ്ബെക്കിസ്ഥാൻ ഇസ് നോട്ട് ദെയർ. അപ്പോൾ കസാക്കിസ്ഥാൻ, റഷ്യ, അസർബൈജാൻ ആൻഡ് ഇറാൻ. ഓക്കെ, ക്ലിയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയ പോർട്ടുകളാണ്, നിങ്ങൾ നോക്കുക. കാസ്പിയൻ സീയുടെ ചുറ്റുമുള്ളത്. ഓക്കെ, തുർക്ക്മെൻ ബാഷി പോർട്ട് തുർക്ക്മെനിസ്ഥാനിലാണ്. ഇറാനിലാണ് അമീറാബാദ് പോർട്ട് എന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ, നൗഷേർ പോർട്ട് തെഹ്റാൻ്റെ അടുത്താണ്. ബന്ദർ അൻസാലി പോർട്ട്, അസ്താറ പോർട്ട് ഇത്
ഇത് നിങ്ങൾ നോക്കണം. അസ്താറ പോർട്ട് അസ്താറ പോർട്ട് ഇത് അസർബൈജാനിലാണ്, ഈ അസ്താറ പോർട്ട്. ഓക്കെ, ക്ലിയർ. പിന്നെ അസർബൈജാൻ്റെ തന്നെയാണ് ബാക്കു പോർട്ട്. ഓക്കെ, മക്കച്ചല പോർട്ട് ആരുടെയാണ്? അസ്ട്രാഖാൻ പോർട്ട് ആരുടെയാണെന്ന് നോക്കുക. മക്കച്ചല പോർട്ടും അസ്ട്രാഖാൻ പോർട്ടും ആരുടെയാണെന്ന് നോക്കുക. ഓക്കെ, അസ്ട്രാഖാൻ ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട്. ഐ ഹാവ് ഷോൺ യു ദിസ് അസ്ട്രാഖാൻ പോർട്ട് ഇവിടെ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ബാക്കി പോർട്ടുകൾ ഞാൻ പറഞ്ഞു, 2 പോർട്ടുകൾ ഹോംവർക്ക് ആവണം, എനിക്കറിയാം, ബട്ട് യു ഷുഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട്. അസ്ട്രാഖാൻ പോർട്ട് ആൻഡ് മക്കച്ചല പോർട്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ പോർട്ടുകളെല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ പാരൻറ്റ് കൺട്രി ഒന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത പ്രോജക്റ്റ് നോക്കാം. ട്രാൻസ് കാസ്പിയൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് റൂട്ട്. ഒന്നുകൂടെ പറയുകയാണ്, ട്രാൻസ് കാസ്പിയൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് റൂട്ട്. ഇതിന് വേറൊരു പേരിട്ടുണ്ട്, മിഡിൽ കോറിഡോർ. അപ്പോൾ ട്രാൻസ് കാസ്പിയൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് റൂട്ടിനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് മിഡിൽ കോറിഡോർ. ഇറ്റ് ഈസ് എ മൾട്ടി മോഡൽ കോറിഡോർ കണക്റ്റിംഗ് ചൈന വിത്ത് യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ ചൈനയും യൂറോപ്യൻ യൂണിയനുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ചൈനയിൽ നിന്ന് പോകുന്നു, ഇത് അവസാനം നിങ്ങളെ യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജർമ്മനിയൊക്കെ കാണാം. ഓക്കെ, അപ്പം ഇത് ഏത് വഴിയാണ് പാസ്സാവുന്നത്? നമ്മൾ നോക്കുന്ന പോലെ സെൻട്രൽ ഏഷ്യൻ കോക്കസ് റീജിയൻ വഴി പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കസാക്കിസ്ഥാനൊക്കെ കാണാം. ഈ കോക്കസ് സെൻട്രൽ ഏഷ്യൻ റീജിയൻ വഴി പോയി ടർക്കി മുട്ടി. ടർക്കിയിൽ നിന്നാണ് ഇത് അങ്ങോട്ട് പോകുന്നത്, യൂറോപ്പിലേക്ക് പോകുന്നത്, ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് പോകുന്നത്. ദിസ് ഇസ് ദ കോറിഡോർ. ഓക്കെ, അപ്പോൾ ചൈന ടു യൂറോപ്യൻ യൂണിയൻ ഏത് വഴിയാണ് പോകുന്നത്? ചൈന, സെൻട്രൽ ഏഷ്യ, കോക്കസ്, ടർക്കി, ദെൻ യുവർ ഈസ്റ്റേൺ യൂറോപ്പ്. ഇതാണ് നിങ്ങളുടെ മിഡിൽ കോറിഡോർ അല്ലെങ്കിൽ ട്രാൻസ് കാസ്പിയൻ ഇൻ്റർനാഷണൽ കോറിഡോർ. ഇനി ടർക്കിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഡെവലപ്മെൻറ്റ് റോഡ് പ്രോജക്റ്റ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താ? ഇറ്റ് ഈസ് കണക്റ്റിംഗ് പേർഷ്യൻ ഗൾഫ് ടു യൂറോപ്പ് വിയ ടർക്കി. നേരത്തെ ചൈന യൂറോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു ടർക്കി വഴി, ഇവിടെ പേർഷ്യൻ ഗൾഫിനെ യൂറോപ്പ് വഴി ടർക്കി വഴി യൂറോപ്പിലേക്ക് വിടുന്നത്. ഇപ്പോൾ നമ്മുടെ പേർഷ്യൻ ഗൾഫാണ്. അപ്പോൾ പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഈ റൂട്ട് പോയി ദിസ് ഈസ് യുവർ ടർക്കി വഴി പിന്നെ നമ്മൾ യൂറോപ്പിലേക്ക് എത്തുന്നു. ഒരു ഹൈലൈറ്റർ വെച്ച് ഞാൻ കാണിക്കാം, ദിസ് വുഡ് ബി സിമ്പിൾ. ഇപ്പോൾ ലേസർ പോയിൻ്റർ വെച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് റൂട്ട് എടുക്കുന്നു, അത് കഴിഞ്ഞ് ടർക്കിയിലേക്ക് പോകുന്നു. ഓക്കെ, ടർക്കിയിലാണ് ഈ അങ്കാര, അവിടെ നിന്ന് ഇസ്താൻബുൾ, അവിടെ നിന്ന് നമ്മൾ നേരെ യൂറോപ്പിലേക്ക് കയറുന്നു. അപ്പോൾ ഈ റൂട്ട് പേർഷ്യൻ ഗൾഫ്, ഓക്കെ, ആ വഴി വരുന്നു, ടർക്കി കയറുന്നു, ടർക്കി അങ്കാരയുണ്ട്, ഇസ്താംബുളുണ്ട്, അവിടെ നിന്ന് അവസാനം യൂറോപ്പ്, റൊമേനിയ, സെർബിയ, നോർത്തേൺ മസഡോണിയ. ഓക്കെ, അപ്പോൾ ഇവർ വലുതായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോർട്ടാണ് ഗ്രാൻഡ് ആൽഫോ പോർട്ട്. ഗ്രാൻഡ് ആൽഫോ പോർട്ട് വളരെയധികം ഇവർ ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ഗ്രാൻഡ് ആൽഫോ പോർട്ട്. ഈ ഗ്രാൻഡ് ആൽഫോ പോർട്ട് ആരുടെ പോർട്ടാണ് സ്റ്റുഡൻസ്? ഇറ്റ് ഈസ് എ പോർട്ട് ഓഫ് ഇറാഖ്. ഈ ഗ്രാൻഡ് ആൽഫോ, ഓക്കെ, ഗ്രാൻഡ് ആൽഫോ പോർട്ട്, ദിസ് ഇസ് ഇറാഖ്സ് പോർട്ട്, ഇറാഖിൻ്റെ പോർട്ടാണത്. ഓക്കെ, അപ്പോൾ ഇറാഖിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമിക്കുക. ഇറാഖ് എയിംസ് ടു ഷോർട്ടൺ ട്രാവൽ ടൈംസ് ബിറ്റ്വീൻ ഏഷ്യ യൂറോപ്പ് യൂസിങ് ടർക്കി ആൻഡ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് പ്രോജക്റ്റ് ഗ്രാൻഡ് ആൽഫോ പോർട്ട് ആൻഡ് ബിക്കം എ ട്രാൻസിറ്റ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോക്കിയാൽ സ്പാനിങ് ഫ്രം പേർഷ്യൻ ഗൾഫ് ടു സൗത്ത് ഈസ്റ്റേൺ ടർക്കിയെ ദ റോഡ് ആൻഡ് റെയിൽ പ്രോജക്റ്റ് ഇസ് പോയിസ് ടു ഇമ്പാക്ട് എ വൈഡ് റേഞ്ചിങ് ഇൻക്ലൂഡിങ് യൂറോപ്പ് ആൻഡ് ഗൾഫ് കൺട്രീസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ആൽഫോ പോർട്ട്. ഇതെവിടെയാണ് സ്റ്റുഡൻസ്? ഇറാഖിലാണ്. ദിസ് ഇസ് ഇൻ ഇറാഖ്, ഇറാനിലല്ല, ഇറാഖിലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ മൊസൂളൊക്കെ നമ്മൾ കണ്ട് സിറിയയിലെ, അവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മൾ വിൽ റീച്ച് യുവർ ടർക്കി. ടർക്കിയിലാണ് നമുക്ക് അങ്കാരയും ഒക്കെ കാണുന്നത്, അൽസിയാൻ, അങ്കാര വഴി ഇസ്താൻബുളിൽ നിന്ന് പിന്നെ നമ്മളെ യൂറോപ്പിലേക്ക് കയറി, ബൾഗേറിയ, റൊമേനിയ, സെർബിയ, നോർത്തേൺ മാസഡോണിയ. ഓക്കെ, ആർ യു ഏബിൾ ടു സീ ദിസ്? ക്ലിയർ അല്ലേ ഈ റൂട്ട്? ഓക്കെ, ഇറാഖിലാണ് ഈ ഗ്രാൻഡ് ആൽഫോ. അപ്പോൾ നിങ്ങൾക്ക് മിഡിൽ കോറിഡോറും മനസ്സിലായി, ടർക്കിയുടെ ഡെവലപ്മെൻറ്റ് റോഡ് പ്രോജക്റ്റും മനസ്സിലായി. സ്റ്റുഡൻസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ടാണ് ചബഹാർ പോർട്ട്. ചബഹാർ പോർട്ട് ഇറാനിലാണ് ലൊക്കേറ്റഡ് ആയത്. കറക്റ്റ് പറഞ്ഞാൽ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രോവിൻസ്. അപ്പോൾ ചിലർ വിചാരിക്കും ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലാണെന്ന്. പാകിസ്ഥാനിലും ഇറാനിലും 2 ഭാഗത്തായിട്ടാണ് ഈ ബലൂചിസ്ഥാൻ കിടക്കുന്നത്. അപ്പം ഇറാനിലും
ദർ ഇസ് എ ബലൂചിസ്ഥാൻ. നമ്മുടെ ഇവിടെയും പഞ്ചാബുണ്ട്, പാകിസ്ഥാനിലും പഞ്ചാബുണ്ട്. അതുപോലെ അൺലൈക്ക് ബന്ദർ അബ്ബാസ്, ഇറാൻസ് ബിസിയസ്റ്റ് പോർട്ട്, ചാബഹാർ പ്രൊവൈഡ്സ് ഡയറക്റ്റ് ആക്സസ് ടു ഇന്ത്യൻ ഓഷൻ ഔട്ട്സൈഡ് ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്. ഇപ്പോൾ ഇവരുടെ തിരക്കൂടിയ പോർട്ട് ബണ്ടർ അബ്ബാസ് ആണ്, ഓർത്തിരിക്കുക. ഇതിൻ്റെ ലൊക്കേഷനും ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. ഓക്കെ, ഐ വിൽ ഷോ യു വൺ മോർ. കാരണം ഇറാൻ്റെ പോർട്ടുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബണ്ടർ അബ്ബാസ് പോർട്ട്. ഓക്കെ, ചബഹാർ കുറച്ചുകൂടി ഇന്ത്യയുടെ അടുത്താണ്. ഓക്കെ, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഗ്വാഡർ പോർട്ടിൻ്റെ അടുത്താണ് നമ്മുടെ പോർട്ട്, തൊട്ടടുത്ത്. അതിന് സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു പോർട്ട് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ? വാട്ട് ഫോഴ്സ് ദസ് ടു ഡൂ സോ? ഇപ്പം നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണമെങ്കിലോ, അല്ലെങ്കിൽ ഈ സെൻട്രൽ ഏഷ്യയിലെ പല സ്ഥലത്തേക്ക് പോകുന്നെങ്കിലോ, ഇറാനിലേക്ക് പോകുന്നെങ്കിലോ, ഈ രാജ്യം നമ്മളെ സമ്മതിക്കില്ല. ഇത് ഇവിടെ കിടക്കുന്ന ഈ രാജ്യം നമ്മളെ ലാൻഡ് റൂട്ട് നമുക്ക് തരില്ല. ഇത് പാകിസ്ഥാനാണ്, ദേ വോണ്ട് അലോ. അതുകൊണ്ട് നമുക്ക് ബൈപ്പാസ് ചെയ്ത് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ എത്തണം. സോ വി മൂഡ് ഓൺ വിത്ത് ചബഹാർ പോർട്ട്. ചബഹാർ പോർട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ റൂട്ട്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? കാണ്ഡലയിൽ നിന്നാണെങ്കിലോ മുംബൈയിൽ നിന്നാണെങ്കിലോ നമുക്ക് ഈ ചബഹാറിലെത്താം. ചബഹാറിൽ നിന്ന് ഇങ്ങനെ പോയി അഫ്ഗാനിസ്ഥാനിലെത്താം. അതുവഴി നമുക്ക് എവിടെ എത്താം? സെൻട്രൽ ഏഷ്യയിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതാണ് ചബഹാർ പോർട്ട്. ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും പാകിസ്ഥാൻ്റെ ഗ്വാഡാർ പോർട്ട്, ഇവിടെ ആയിട്ടായിരിക്കും ബന്ദർ അബ്ബാസ് വരുന്നത്. അപ്പോൾ ഈ റൂട്ട് നോക്കിക്കേ, ചബഹാർ സഹദൈൻ വരെ റെയിൽ ലിങ്ക്. ഇതാണ് സഹദൈൻ. അപ്പോൾ ചബഹാറിൽ നിന്ന് ആദ്യം സഹദൈൻ വരെ റെയിൽ ലിങ്ക് പോവും. പിന്നെ ഇവിടുന്ന് ഹൈവേ പിടിച്ച് നമ്മൾ സാറഞ്ചി പോവും. നമ്മൾ സാറഞ്ച് ദലാറാം, ഈ ഒരു റോഡ് കൺസ്ട്രക്ഷൻ്റെ പുറകിൽ ഇന്ത്യയാണ്. ഇത് അഫ്ഗാനിസ്ഥാനകത്ത സാറഞ്ച് ദലാറാം. പിന്നെ കണ്ടഹാർ, കാബൂൾ, ഇങ്ങനെയായിരിക്കും റൂട്ട് പോകുന്നത്. അപ്പം ചബഹാറിലെത്തുന്നു, അവിടുന്ന് റെയിൽ ലിങ്ക് വഴി സൈദാനിലെത്തുന്നു, സൈദാനിൽ നിന്ന് ഹൈവേ വഴി സാറഞ്ചിലെത്തുന്നു, സാറഞ്ച് ദലാറാം ദർ ഇസ് എ ഹൈവേ വിച്ച് ഇസ് ബിൽഡ് ബൈ ഇന്ത്യ. അപ്പോൾ സാറഞ്ചും ദലാറാമും രണ്ടും അഫ്ഗാനിസ്ഥാനിലാണ്. പിന്നെ അവിടുന്ന് കണ്ടഹാർ, പിന്നെ കാബൂൾ, പിന്നെ നമുക്ക് മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ യുവർ ചബഹാർ പോർട്ട്. ഈ ചബഹാർ പോർട്ടിന് രണ്ട് പേരുകൾ പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ട പോലെ ഇറാൻസ് ചബഹാർ പോർട്ട് ഇസ് ലൊക്കേറ്റഡ് ഓൺ ഗൾഫ് ഓഫ് ഒമാൻ ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ഓഷ്യാനിക് പോർട്ട് ഓഫ് ദ കൺട്രി. ഓക്കെ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സിറ്റി ഓഫ് ചബഹാർ ഇൻ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രോവിൻസ്. ചബഹാറിൽ ശരിക്കും രണ്ട് പോർട്ടുണ്ട്, ഒന്ന് ഷാഹിദ് കലന്ദ്രിയും ഒന്ന് ഷാഹിദ് ബെഹസ്തിയും. ഓർത്തിരിക്കുക, ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതിയേക്കാണ്. ഫോർമേഴ്സ് ഇസ് ആൻ ഓൾഡ് പോർട്ട് വിത്ത് ലിമിറ്റഡ് വാട്ടർ ഫ്രണ്ട് ടു അക്കോമഡേറ്റ് ഫീഡർ വെസൽസ്. മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷാഹിദി ബെഹസ്തി പോർട്ട് ഈസ് ബീൻ ഡെവലപ്ഡ് ഇൻ 4 phase. അപ്പോൾ രണ്ട് പോർട്ടുകളുണ്ട് ചബഹാറിൽ നിന്ന്, ഓർത്തിരിക്കുക. ഒന്ന് പഴയ ഷാഹിദ് കലന്ദ്രി പോർട്ട്, പുതിയതായിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഷാഹിദ് ബെഹസ്തി പോർട്ടാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഓപ്പറേഷനിലായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ നമുക്ക് ചെറിയൊരു കോറിഡോറിലൂടെ നോക്കാനുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇന്ത്യ മ്യാൻമാർ തായ്ലാൻഡ് ട്രൈലാറ്ററൽ കോറിഡോർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്ത്യയിൽ നിന്ന് ദിസ് ഇസ് ഗോയിങ് ടു യുവർ മ്യാൻമാറിൽ നിന്ന് തായ്ലാൻഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്രീ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എയിം അറ്റ് ഇംപ്രൂവിങ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ഇന്ത്യ, മ്യാൻമാർ ആൻഡ് തായ്ലാൻഡ്. ഏകദേശം 1360 കിലോമീറ്ററോളം ഇതിൻ്റെ ദൂരം വരും. എയിം എന്താണ്? വുഡ് കണക്ട് കൊൽക്കത്ത ടു ബാങ്കോക്ക് ഇൻ തായ്ലാൻഡ്. ഇതാണ് ഇതിൻ്റെ മേജർ എയിം. റൂട്ട് വിൽ ഗോ ത്രൂ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, മ്യാൻമാർ, മേക്കിംഗ് ഇറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ബിറ്റ്വീൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. Okay, since its inception in 2002, the trilateral project has encountered range of delays. ഒത്തിരി ഡിലേ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ചില ലൊക്കേഷൻസ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ആ ലൊക്കേഷൻസ് ഒന്ന് നോക്കുക. ഇവിടെ ഇന്ത്യയിലെ മോറേ എന്ന് പറഞ്ഞ സ്ഥലം, മോറേ ഈസ് ഇൻ ഇന്ത്യ. ഓക്കെ, മോറേ മണിപ്പൂരിലാണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് ഇൻ മണിപ്പൂർ. മോറേ എന്ന് താമു മ്യാൻമാറിലാണ്. പിന്നെ മാണ്ഡ്ലേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ കലേവ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുകൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം മ്യാൻമാറിൽ നിന്ന് ഇത് ക്രോസ് ചെയ്ത് ഇവിടെ നേപ്പായ്, ബാഗോ എല്ലാം ക്രോസ് ചെയ്ത് ദിസ് വിൽ റീച്ച് തായ്ലാൻഡ്. തായ്ലാൻഡിലെ സ്ഥലമാണ് മാവോ സോട്ട്. ഓക്കെ, മാവോ സോട്ട്. ഇനി ഒരു സ്ഥലവും കൂടെ ഉണ്ട്. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഇറ്റ്. മാവോ സോട്ട് അല്ലാതെ വേറൊരു സ്ഥലവും കൂടെ ഉണ്ട്. യു നീഡ് ടു നോ ദാറ്റ്. ഐ വിൽ ക്രോസ് ചെക്ക് ആൻഡ് ടെൽ യു. സുഖോത്ത എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തായ്ലാൻഡിൽ. സോറി ഫോർ ദ ഡിലേ. സുഖോത്ത എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതുകൂടെ അറിഞ്ഞു വയ്ക്കും. സുഖോത്ത, SUKHOTHA. അപ്പം മോറേ ഇസ് ഇൻ മണിപ്പൂർ ആൻഡ് താമു, മാണ്ഡ്ലേ ആൻഡ് കലേവ ഇസ് ഇൻ മ്യാൻമാർ. പിന്നെ
യുവർ മാവസോട്ട് ആൻഡ് സുക്കോത്ത ഈസ് ഇൻ തായ്ലാൻഡ്. അപ്പോൾ ഇങ്ങനൊരു ട്രിലാറ്ററൽ കണക്ടിവിറ്റിയാണ് ശ്രമിക്കുന്നത്. ഇവിടെ കൂടെ ചൈന നമുക്ക് പാരയായിട്ടൊരു റൂട്ട് പണിയുന്നുണ്ട്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് നീഡഡ് ഫോർ യു പീപ്പിൾ. സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ത്യ മ്യാൻമാർ തായ്ലാൻഡ് ട്രിലാറ്ററൽ ഹൈവേ നോക്കി. ഇനി നമുക്കൊരു ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ PBIN നോക്കണം. ഇവർ തമ്മിലൊരു മോട്ടോർ വെഹിക്കിൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഈ ഒരു ഏരിയയിലെ കണക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇവരിങ്ങനെ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശരിക്കും എൻറ്റയർ സാർക്കിനെ കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, സാർക്ക് നിങ്ങൾക്കറിയാം, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. ഇപ്പോൾ ഏകദേശം വലിയ ആക്റ്റീവ് അല്ല, കാരണം പാകിസ്ഥാനും ഇന്ത്യ ഒരു സ്ഥലത്തുള്ളത് കൊണ്ട് എപ്പോഴും പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ 2014 ഇങ്ങനെ ഒരു ഐഡിയ മൂട്ട് ചെയ്തിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരൊരു ഓൾട്ടർനേറ്റീവ് സെർച്ച് ചെയ്തു. അങ്ങനെ അവർ കണ്ടെത്തിയതാണ് BBIN, ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ മോട്ടോർ വെഹിക്കിൾ എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ബിൽഡിംഗ് ഇക്കണോമിക് കോറിഡോർ ദാറ്റ് കണക്ട്സ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ ആൻഡ് നേപ്പാൾ വിയ റോഡ്സ്. പക്ഷേ ഭൂട്ടാൻ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ 4 രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്, ബംഗ്ലാദേശും ഭൂട്ടാനും ഇന്ത്യയും നേപ്പാളും. പക്ഷേ ഭൂട്ടാന് കുറച്ച് പരിസ്ഥിതി കൺസേൺസ് ഉള്ളതുകൊണ്ട് അവരിത് റാറ്റിഫൈ ചെയ്തിട്ടില്ല. ഇപ്പം നേപ്പാളും ഒരു ബാക്ക്വേർഡ് സ്റ്റാൻഡ് എടുക്കുന്നത് പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് 2 പ്രോട്ടോക്കോളുണ്ട്, പാസഞ്ചർ പ്രോട്ടോക്കോൾ അതുപോലെ കാർഗോ പ്രോട്ടോക്കോൾ. 2 പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് നോക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ വായിച്ചു നോക്കുക. ഇതിന് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ദിസ് ഇസ് ആൻ ഔട്ട്ഡേറ്റഡ് തിങ് ഇപ്പോൾ. എന്നാലും ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് കാലാദാൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ്. ഓക്കെ, ഇന്ത്യ മ്യാൻമാർ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന, ഓൾറെഡി നമ്മളൊരു ട്രിലാറ്ററൽ പഠിച്ചു. ഇത് വേറൊരു പ്രോജക്റ്റാണ്. ഇതിനകത്ത് കുറച്ച് കോമ്പണൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊൽക്കട്ടയിലെ പോർട്ട് നമുക്ക് കാണാം. ഇവിടെ കൊൽക്കട്ടയുടെ പോർട്ടിൽ നിന്ന് ഈ റൂട്ട് സ്റ്റാർട്ടാവും. മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പോൾ കൊൽക്കട്ടയുടെ പോർട്ടിൽ നിന്ന് ഇത് സ്റ്റാർട്ടായി. ഇതും ഒത്തിരി ഡിലേയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ്, ബട്ട് യു നീഡ് ടു സ്റ്റഡി. അപ്പോൾ ഇവിടെ കൊൽക്കട്ട പോർട്ടിൽ നിന്ന് ഇത് സ്റ്റാർട്ടാവും. പയ്യെ ഇത് നമ്മുടെ ഓഷനിലേക്ക് ഇറങ്ങി ഈ ഒരു 539 കിലോമീറ്റർ മറൈൻ റൂട്ട് അല്ലെങ്കിൽ സീ റൂട്ട് ഇത് ട്രാവൽ ചെയ്യും. അപ്പോൾ കൊൽക്കട്ടയിൽ നിന്ന് ഈ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവർ ഓഷനിലേക്ക് അല്ലെങ്കിൽ സീയിലേക്ക് ഇറങ്ങുന്നു. ദെൻ 539 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് ഇവിടെ ഇവർ മ്യാൻമാറിലെത്തുന്നു. മ്യാൻമാറിൽ എവിടെ എത്തുന്നത്? സിത്വേ പോർട്ട്. അപ്പോൾ കൊൽക്കട്ട പോർട്ടിൽ നിന്ന് ലാൻഡ് റൂട്ട് വഴി തീരത്തെത്തുന്നു. തീരത്തുനിന്ന് പിന്നെയും മാരിടൈം റൂട്ട് വഴി സീ റൂട്ട് വഴി ട്രാവൽ ചെയ്ത് സിത്വേ പോർട്ടിലെത്തുന്നു. സിത്വേ പോർട്ടിൽ നിന്ന് ഇവർ പിന്നെ ഇങ്ങനെ പോകുന്നു. ഞാൻ ഈ കാണിക്കുന്ന റോഡ് അതൊരു ഇൻലാൻഡ് വാട്ടർ വേ ആണ്. കാലാദാൻ റിവർ ഉണ്ടത്. അപ്പോൾ കാലാദാൻ റിവറിൽ കൂടെ റിവറൈൻ ട്രാൻസ്പോർട്ട്. എന്നിട്ട് അവർ പലേട്ടുവ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നു, മ്യാൻമാറിൽ തന്നെ. പലേട്ടുവെന്ന് പിന്നെ കലാട്ടുവയിലേക്ക് എത്തുന്നു. എഗെയിൻ റോഡാണ്. പിന്നെ കലേട്ടുവെന്ന് റോഡ് എടുത്തവർ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയിൽ എവിടെയാണ്? മിസോറാമിൽ ആദ്യം സൊറിഞ്ച് പോയി, പിന്നെ അവിടുന്ന് ലാംഗ്ലിയ, പിന്നെ അവസാനം എയ്സ്വാൾ വരെ എത്തുന്നു. ഇതാണ് റൂട്ട്. അപ്പോൾ ആദ്യം കൊൽക്കട്ടയിൽ നിന്ന് ഇൻലാൻഡ് വാട്ടർ റൂട്ടിൽ ഇവർ തീരം വരെ എത്തുന്നു. തീരത്തുനിന്ന് ഇന്ത്യയിൽ നിന്ന് പിന്നെ മാറുന്നു. അത് കഴിഞ്ഞ് മറൈൻ റൂട്ട് അല്ലെങ്കിൽ സീ റൂട്ട് വഴി 539 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവർ എവിടെ എത്തുന്നു? മ്യാൻമാറിലെത്തുന്നു. മ്യാൻമാറിൽ ഏത് പോർട്ടിൽ? സിത്വേ പോർട്ടിൽ. സിത്വേ പോർട്ടിൽ നിന്ന് പിന്നെയും ഇൻലാൻഡ് വാട്ടർവേസ് വഴി ഇവർ പോകുന്നു. കാലാദാൻ റിവർ ഇവിടെ കാണാം. ഈ റിവറിൽ കൂടെ കാർഗോ പോവും. അത് കഴിഞ്ഞ് പലേത്തുവ എന്ന് പറഞ്ഞ മ്യാൻമാറിലെ സ്ഥലത്തെത്തും. അവിടെ നിന്ന് റോഡ് മാർഗം കലേത്തുവ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നിന്ന് മ്യാൻമാറിൽ നമ്മൾ ട്രാവൽ ചെയ്ത് റോഡ് മാർഗം ഇന്ത്യയിലെത്തും. ഇന്ത്യയിൽ ആദ്യം സൊറിഞ്ച്പോയിലെത്തും, പിന്നെയും റോഡ് വഴി ലാങ്ത്വല എന്ന സ്ഥലത്തെത്തും, പിന്നെയും റോഡ് വഴി ഐസ്വാളിലെത്തും. ഈ ബംഗ്ലാദേശിനെ ബൈപ്പാസ് ചെയ്യണം. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങനെ പോകാൻ ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് ഈ റൂട്ട് നമ്മൾ എടുക്കുന്നു. ഇതാണ് കലാദാൻ മൾട്ടി മോഡൽ പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ വികസനത്തിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ലാസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റിയുടെ പ്രോജക്റ്റ് നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റൂട്ട് നോക്കുകയാണ്. ഇനിയും നമുക്ക് കുറച്ച് ഗ്യാസ് പൈപ്പ് ലൈൻസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് വി വിൽ ഡു ലേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നോർത്തേൺ സീ റൂട്ട്. ഓക്കെ, നോർത്തേൺ സീ റൂട്ട് ആരെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? റഷ്യയും അലാസ്കയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് റഷ്യ, ഇതെല്ലാം റഷ്യയാണ്. ദിസ് ഓൾ റഷ്യ. ഇത് കണക്ട് ചെയ്യുന്നത് അലാസ്കയാണ്. ഇനി ഏത് വഴി? ശരിക്കും പറയാൻ നമ്മൾ നോക്കിയാൽ ബാരൻ സീ നിങ്ങൾക്ക് കാണാം. ബാരൻ സീയെ നമ്മൾ ബെറിങ് സ്ട്രെയിറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആർട്ടിക്കിൽ കൂടാണ് ഈ റൂട്ട്. ഇപ്പോൾ ഇത് ഫുള്ളി ഓപ്പറേഷനിലൊന്നും അല്ലായിരിക്കാം, കാരണം ഇവിടെ കട്ടിയുള്ള ഐസ് ഉണ്ട്. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ച് മൂലം എന്നെങ്കിലും ഈ പറയുന്ന മഞ്ഞുമലകൾ ഉരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ റഷ്യ പലപ്പോഴും മൂവ് ചെയ്യുന്നത് ഐസ് ബ്രേക്കർ ഷിപ്പുകളുടെ സഹായത്തിൽ കൂടെയാണ്.
ഓക്കെ, അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഒരു പോർട്ടുണ്ട്, ഇത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. മർമാൻസ്ക് ഇസ് എ മേജർ പോർട്ട് ഓൺ ദ ഈസ്റ്റേൺ ഷോൺ ഓഫ് കോലാ ബേ. അപ്പോൾ മർമാൻസ്ക് എന്ന് പറയുന്ന പോർട്ട് ഒന്ന് നോക്കുക. പറ്റുമെങ്കിൽ അടുത്ത സ്ലൈഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഗ്യാസ് കണക്ടിവിറ്റി എടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് റഷ്യയുടെ ഒത്തിരി അധികം സമയം ലാഭിക്കും. കാരണം റഷ്യ ഇങ്ങനെ പോവുകയാണ് ഈ റൂട്ടിൽ. ദിസ് ഇസ് ദ റൂട്ട്, ഈ റൂട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് നോർമലി റഷ്യ പോകേണ്ടത് ഈ സൂയിസ് കനാൽ വഴിയുള്ള ഈ റൂട്ടാണ്, വലിയ റൂട്ടാണ്. ചിലർ പറയുന്ന 8000 കിലോമീറ്ററോളം കാണും വ്യത്യാസം വരും. അപ്പം ഈ റെഡിൽ മാർക്ക് ചെയ്തേക്കുന്ന ഒറിജിനൽ റൂട്ടാണ്. ഇതിനെക്കാട്ടി ഒത്തിരി എളുപ്പം നമുക്ക് എത്താം നോർത്തേൺ സീ റൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോഴും ഐസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ മേ ബി ഇറ്റ് വുഡ് ബി വെരി ബെനിഫിഷ്യൽ. അപ്പോൾ ഈ റൂട്ട് മനസ്സിലാക്കുക. മർമൻസ് പോർട്ട് ഓർക്കുക ഓൺ കോലാ ബേ. അതുപോലെ തന്നെ ബെറിങ് സ്ട്രെയിറ്റ്, അതുപോലെ തന്നെ ബാരൻസി, ഇത് രണ്ടും എവിടെയാണെന്നൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ്, ഇനി നമുക്ക് കുറച്ച് ഗ്യാസ് ഫീൽഡുകൾ പഠിക്കാം. ഈ യുദ്ധമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഗ്യാസ് ഫീൽഡുകൾ ന്യൂസിലുണ്ട്. യുക്രൈൻ ഓബ്വിയസ്ലി ഇസ് എ ഹോട്ട് ഏരിയ. അതുപോലെ റഷ്യ യൂറോപ്പിൽ പല സ്ഥലത്തേക്ക് ഈ നാച്ചുറൽ ഗ്യാസും അതുപോലുള്ള സംഭവങ്ങൾ വിടുന്നുണ്ട്. കാരണം യൂറോപ്പിൽ ഇത് ഡെഫിസിറ്റാണ്, റഷ്യയുടെ കയ്യിൽ കുറേ ഉണ്ട്. ഇപ്പോൾ അവർ കുറേ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്, റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കാതൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഗ്യാസ് ആണെങ്കിൽ തന്നെ റഷ്യ യൂറോപ്പിലേക്ക് വിടുമ്പോൾ എല്ലാം യുക്രൈനിൽ കൂടെ അല്ല, ചിലത് യുക്രൈനിൽ കൂടെ. അപ്പോൾ നമുക്കതെല്ലാം നോക്കാം. ഇത് ഉറങ്കോയ് പൊമാരി ഉസ്ഗോസാഡ് പൈപ്പ് ലൈൻ. ഉറങ്കോയ് പൊമാരി ഉസ്ഗോസാഡ് പൈപ്പ് ലൈൻ. ഇപ്പോൾ എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് കാണാം ഇത് റഷ്യയിൽ നിന്ന്, ദിസ് ഇസ് റഷ്യയിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, യുക്രൈനിൽ കൂടെ പോകുന്നത്. ഓക്കെ, ദിസ് പാസസ് ത്രൂ യുക്രൈൻ. അവിടെ നിന്ന് നമുക്ക് ഈ ഹംഗറിയിലേക്കും സ്ലോവാക്യയിലേക്കും ഒക്കെ എത്തും. അപ്പോൾ ഈ ഉറങ്കോയ് പൊമാരി ഉസ്ഗോസാഡ് പൈപ്പ് ലൈൻ ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ യുക്രൈൻ. ഇനി നോർഡ് സ്ട്രീം 1 and 2. നോർഡ് സ്ട്രീം 2 അത്രത്തോളം ഓപ്പറേഷനല്ല. ഇടയ്ക്ക് വെച്ച് ഈ നോർഡ് സ്ട്രീം ആരോ സബോട്ടേജ് ചെയ്തെന്നുള്ള ന്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ റഷ്യയുടെ വ്യോബർഗ് ഉസ്ലുഗയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന നോർഡ് സ്ട്രീം 1ഉം 2ഉം. അപ്പം ഇത് ട്രാവൽ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് യുക്രൈനിൽ കൂടെ അല്ല പോകുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദിസ് ഇസ് ട്രാവലിംഗ് ത്രൂ സീ റൂട്ട് ആൻഡ് ദിസ് ഇസ് റീച്ചിങ് ജർമ്മനി. ഓക്കെ, അപ്പം നോർഡ് സ്ട്രീം 1, 2. 1 വ്യോബർഗിൽ നിന്ന് തുടങ്ങുന്നു, മറ്റേത് ഉസ്ലുഗയിൽ നിന്ന് തുടങ്ങുന്നു. ഓക്കെ, ഇനി അടുത്ത് യമാൽ യൂറോപ്പ് പൈപ്പ് ലൈൻ തുടങ്ങുന്നുണ്ട്. ഇതും നമുക്കറിയാം, ഇത് നമുക്ക് സൊർലോക്ക് എന്ന് പറഞ്ഞ സ്ഥലം റഷ്യയിൽ നിന്നാണ്, പിന്നെ റഷ്യയിൽ തന്നെ. പിന്നെ ഇത് മിൻസ്ക് വഴി, മിൻസ്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബെലാറസിലാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ബെലാറസ് വഴി ഇത് പോളണ്ടിലെത്തുന്നു. അപ്പോൾ ഇവിടെ ബെലാറസ്, ഇവിടെ പോളണ്ട്, അവിടുന്ന് പിന്നെ ബെർലിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ജർമ്മനി. അപ്പം റഷ്യ, ബെലാറസ്, പോളണ്ട് ആൻഡ് ജർമ്മനി. ഇതാണ് യമാൽ യൂറോപ്പ് പൈപ്പ് ലൈൻ. ഇനി നമുക്ക് ബ്ലൂ സ്ട്രീം ഉണ്ട്. ബ്ലൂ സ്ട്രീം എന്നൊക്കെ നമ്മൾ വിചാരിക്കും റഷ്യയിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രീമാണ് അല്ലെങ്കിൽ കറണ്ടാണെന്ന് വിചാരിക്കും. അല്ല, ഇതൊരു പൈപ്പാണ്. ഓക്കെ, ദിസ് ഇസ് എ സ്ട്രീം. അപ്പം ഇത് റഷ്യയിലെ ബർഗങ്കോവ കംപ്രസർ സ്റ്റേഷനിൽ നിന്ന് എഗെയിൻ സീ റൂട്ടിൽ ഇറ്റ്സ് റീച്ചസ് ഡുറുസു ടെർമിനൽ ഇൻ ടർക്കി. അവിടെ നിന്ന് പിന്നെ ഇത് അങ്കാര വഴി പോകുന്നു, അങ്കാരയും ടർക്കിയിലാണ്. അപ്പോൾ ഇത് ടർക്കിയാണ് ഈ ബ്ലൂ സ്ട്രീം. പിന്നെ ടർക്ക് സ്ട്രീം പൈപ്പ് ലൈൻ ഉണ്ട്, അതെവിടെ നിന്നാണ്? എഗെയിൻ ഇത് റഷ്യയിൽ കൂടെ പോയി ഇറ്റ് ഇസ് റീച്ചിങ് ടർക്കി, കിയോഗോവ് ആൻഡ് ഇപ്സല. അപ്പോൾ ഇതും നമ്മൾ റഷ്യ, ബ്ലാക്ക് സീ, ടർക്ക് സ്ട്രീം പൈപ്പ് ലൈൻ. ഇത് കഴിഞ്ഞ് നമുക്ക് സൗത്ത് കോക്കസ് പൈപ്പ് ലൈൻ ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് വഴി അസർബൈജാൻ വഴി കയറി ജോർജിയ. ഓക്കെ, ജോർജിയ വഴി ബ്ലാക്ക് സീ, എഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ടർക്കി. ഓക്കെ, ഈ റൂട്ട് ഒന്ന് നോക്കുക, സൗത്ത് കോക്കസ് പൈപ്പ് ലൈൻ. പിന്നെ സൗത്ത് കോക്കസ് പൈപ്പ് ലൈൻ അല്ല, ഇത് പിന്നെ സൈബീരിയൻ പൈപ്പ് ലൈനാണ് കേട്ടോ. ദിസ് ഇസ് സൈബീരിയൻ പൈപ്പ് ലൈൻ. ഓക്കെ, റഷ്യയും ചൈനയായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്ന പൈപ്പ് ലൈനാണ്. ഓക്കെ, ഇതൊക്കെ റഷ്യയാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഉറങ്കോയ്, ഓക്കെ, ഡൊർണോ, നൊവൻസോക്ക്, ബെർണോൾ, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ചാൻഡിഗുവസ, കൊയ്റ്റിസ്, ഇത് പ്രൊനൗൺസിയേഷൻ ഈസ് ബിക്കമിങ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ഇത് പയ്യെ പവർ ഓഫ് സൈബീരിയ ഇറ്റ് ഇസ് റീച്ചിങ് യുവർ ചൈന. ഇവിടെ അമൂർ നിങ്ങൾക്ക് കാണാം, അമൂർ അഗെയിൻ ഇസ് ഇൻ റഷ്യ. പക്ഷേ ഇവിടെ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് ഇത് ചൈനയിലേക്ക് പോവുകയാണ്. ഓക്കെ, പിന്നെ ബാക്കി സ്ഥലത്തേക്ക്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ ഓഖ, അവിടുന്ന് ജപ്പാൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. ഓക്കെ, ജപ്പാൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. ഈ സക്കാലിൻ 1, സക്കാലിൻ 2, സക്കാലിൻ ഐലൻഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ചൈന, റഷ്യ ഈസ്റ്റ് റൂട്ട് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ. എഗെയിൻ ഇത് റഷ്യയിൽ നിന്ന് പോകുന്നു, പവർ ഓഫ് സൈബീരിയ പൈപ്പ് ലൈൻ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബെൻഡ് അടിക്കുകയാണ് എങ്ങോട്ട്?
ടു യുവർ ചൈന. ഇവിടെ ബീജിംഗ് ആണ്, ഇവിടെ ഷാങ്ഹൈ ആണ്. ഓക്കെ, ക്ലിയർ? അതുപോലെ തന്നെ ഇത് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്ത് സഖാലിൻ ഐലൻഡ് നിങ്ങൾ ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ പറയുന്ന ചൈനയും ജപ്പാനുമായിട്ട് ഏതെങ്കിലും ഐലൻഡ്സി ക്ലാഷ് ഉണ്ടോ, റഷ്യയും ജപ്പാനുമായിട്ട് ഏതെങ്കിലും ഐലൻഡ്സി ക്ലാഷ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓവർവ്യൂ വിട്ടതാണ്. ഇതിനെപ്പറ്റി ഒരു ഡീപ്പ് സ്റ്റഡി ഞാനും നടത്തിയിട്ടില്ല, പക്ഷേ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയി. ഓക്കെ, താങ്ക് യു.